സംസ്ഥാനത്ത് കനത്ത മഴയാണ്. കനത്ത മഴയോടൊപ്പമാണ് റോഡിലെ കുഴിയിൽ വീണുള്ള അപകടങ്ങൾ പെരുകുന്നത്. റോഡ് ഏത്, കുഴി ഏത് എന്നറിയാൻ കഴിയാത്ത നിലയിലാണ് സംസ്ഥാനത്തെ ഒട്ടനവധി റോഡുകൾ. നിരവധി പേരുടെ ജീവനുകൾ ഈ പറയുന്ന വാരിക്കുഴികളിൽ, മരണക്കുഴികളിൽ നഷ്ടമാവുകയും ചെയ്തു. പരിക്കേറ്റവരുടെ എണ്ണം എടുത്താൽ ഒരുപക്ഷെ ഈ മണിക്കൂറിലൊന്നും പറയാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം ആധിക്യമുണ്ട് പരിക്കേറ്റവരുടെ എണ്ണം. കഴിഞ്ഞ 1.5 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മാത്രം ഈ കുഴിയിൽ വീണ് മരിച്ചവരുടെ കണക്കെടുത്താലും ആ മരണക്കുഴികളിൽ വീണ് മരിച്ചവരുടെ പട്ടിക ഏറെയാണ്. പാതയിൽ എണ്ണിയാൽ തീരാത്ത കുഴികളിൽ അപകടം പതിയിരിക്കുന്നു. ഇപ്പോഴും സഞ്ചാരോഗ്യം അല്ലാതായിരിക്കുന്നു പല റോഡുകളും. ഈ പാതകളുടെ ശോച്യാവസ്ഥ പരിശോധിക്കുകയാണ് 24 ലൈവത്തോൺ. നഗരവാരുധി കുഴി നടുവിൽ നാം. വിവിധയിടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. സംസ്ഥാനത്ത് പല റോഡുകളുടെയും അവസ്ഥ പരമദയനീയമാണ്. നമ്മൾ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. തൃശ്ശൂരിൽ ഒരു റോഡിലെ കുഴിയിൽ നിന്ന് ബൈക്ക് വെട്ടിച്ച ഒരു യുവാവ്, 23 വയസ്സുള്ള ഒരു യുവാവ്, അമ്മയുമായി പോയതാണ്. യുവാവ് മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന വാക്ക് ഉപയോഗിക്കണം. കൊല്ലപ്പെട്ട അതേ റോഡിൽ തന്നെ മറ്റൊരു അപകടം ആ കുഴിയിൽ നേരിട്ട് വീണല്ലെങ്കിൽ കൂടിയും അവിടെ അതേ റോഡിൽ തന്നെ ഒരു കുഴി നിൽക്കുന്ന നമ്മൾ കണ്ടു. അപകടമുണ്ടായപ്പോൾ അതും നികത്തി എന്ന് വേണം കരുതാൻ. അങ്ങനെ കുഴികൾ നികത്തണമെങ്കിൽ ഓരോരോ മരണങ്ങൾ ഉണ്ടാകേണ്ടി വരുന്ന അവസ്ഥ എന്തൊരു ഭീകരമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം കിൻഫ്ര മേനംകുളം റോഡ് 6 മാസം മുൻപ് പൂർത്തിയായതാണ്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ഈ റോഡിൽ പഴയതിലും വലിയ കുഴികളാണ്. ആ റോഡിലെ കുഴികൾക്ക് മുന്നിൽ നിന്നും MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, എന്താണ് അവസ്ഥ? ആ റോഡ് പണിഞ്ഞ് എത്ര നാൾക്കകമാണ് പഴയതിലും വലിയ മരണക്കുഴികൾ അതിലുണ്ടായത്? പ്രതീഷ്. ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം നഗരത്തിലാണ്. കഴക്കൂട്ടം നഗരത്തിൽ നിന്ന് തീരദേശ മേഖലകളിലേക്ക് പോകുന്ന കഴക്കൂട്ടം കിൻഫ്ര മേനംകുളം റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആദ്യം വരുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബോർഡാണ് ആദ്യം കണ്ടത്. അത് പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ഒരു ബോർഡാണ്. അത് ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ് എന്നതാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകം. പക്ഷേ ഏകദേശം 6 മാസം മുമ്പ് ടാർ ചെയ്ത ഒരു റോഡിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പ്രധാനപ്പെട്ട റോഡാണ്, അതായത് VSSC, സെന്റ് സേവിയേഴ്സ് കോളേജ്, കിൻഫ്ര, അപ്പാരൽ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് കഴക്കൂട്ടം നഗരത്തിൽ നിന്ന് പോകാൻ കഴിയുന്ന ഒരു റോഡാണ്. ഈ റോഡ് 6 മാസം മുമ്പ് നവീകരിച്ചതാണ്. 3 മാസത്തോളം അടച്ചിട്ട ശേഷമാണ് ഈ റോഡ് നവീകരിച്ച് തുറന്നുകൊടുത്തത്. പക്ഷേ ആ തുറന്നുകൊടുത്ത റോഡ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പഴയ നിലയിൽ എത്തിയെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം വലിയ കുഴികൾ ഇപ്പോഴും ഈ റോഡിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ യാത്രക്കാർക്കൊക്കെ തന്നെ ഒടിഞ്ഞു വേണം ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ള അവസ്ഥയാണ് നമ്മൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ മഴ പെയ്താൽ റോഡ് മുഴുവൻ വെള്ളക്കെട്ടായിരിക്കും, വലിയ കുഴികളുണ്ട്, പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ റോഡിലേക്ക് വന്നാൽ. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. കാരണം ചേട്ടാ, നേരത്തെ 3 മാസത്തോളം അടച്ചിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടന്നത്. ഇപ്പൊ എന്താ ഒരു അവസ്ഥ? ഇത് 6 മാസമായേ ഉള്ളൂ ഇത് നിർമ്മിച്ചിട്ട്. ഈ പൂർണ്ണമായി ഇത് തീരദേശ റോഡാണ്, പൂർണ്ണമായി ഇടിഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ്. ഓട തന്നെ നിലവിൽ ശരിയായ രീതിയിലല്ല ഇത് ചെയ്തേക്കുന്നത്. ഈ ഓട NH അവിടെ പണി ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഈ തീരദേശ റോഡ് എന്ന് പറയുമ്പോൾ 2 കോളേജ്, സ്കൂളുകൾ, ഒരുപാട് സ്ഥലങ്ങളുള്ള പോകുന്ന വഴിയാണിത്. ഇത് MLA ഇത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഈ റോഡ്. കഴക്കൂട്ടം പല റോഡുകളും ശോചനീയ അവസ്ഥയാണ്. ഇതിപ്പോ നിർമ്മാണം പൂർത്തിയായി പെട്ടെന്ന് തന്നെ ഈ പഴയ രൂപത്തിലെത്തിയോ? 6 മാസം ആയില്ല ചെയ്തിട്ട്, അപ്പോഴും തന്നെ ഇത് പൊളിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്. ഹാഷ്മി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം പൊളിഞ്ഞ് തരിപ്പണമായ ഒരു അവസ്ഥയാണ് ഈ റോഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെയും. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം നിരവധി വാഹനങ്ങൾ, ഓരോ മിനിറ്റിലും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പല സമയങ്ങളിലൊക്കെ തന്നെ ഈ ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ റോഡിലുള്ളത്. പ്രധാനപ്പെട്ട VSSCയിലേക്ക് പോകുന്ന വാഹനങ്ങൾ, ഒപ്പം ഈ വിദ്യാർത്ഥികളുമായി പോകുന്ന സ്കൂൾ ബസ്സുകൾ, കോളേജ് ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന വാഹനമാണ്. ആ വാഹനം ഒക്കെ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡിലുള്ളത്. ഈ റോഡിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു വീട്ടിലെ ആളുണ്ട്. ആ ചേട്ടനോട് കൂടി നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്താ? 6 മാസം മുമ്പേ നല്ല രീതിയിൽ ടാർ ചെയ്ത റോഡാണ്. ഈ 6 മാസം പോലും നിന്നില്ല. 6 മാസമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു മെയിൻ്റെനൻസ് കൂടെ നടന്നു, ഒരു 1.5 മാസത്തിന് മുമ്പേ. അതിനുശേഷം വളരെ ശോചനീയാവസ്ഥയിലാണ്. കുറെ നാൾ അടച്ചിട്ടിട്ടാണ് ഈ നിർമ്മാണം. ഒരു 3 മാസം വരെ അടച്ചിട്ടിട്ട് ശേഷമാണ്
ഈ റോഡ് പൊക്കി ഓട ചെയ്ത് ഒക്കെ ചെയ്തത്. പക്ഷെ ഓടയിലോട്ട് വെള്ളം പോകുന്നില്ല, റോഡിൽ തന്നെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. വലിയ മഴയായാൽ വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടാണ്. ഓട ചെയ്തിട്ട് ഓട പൊങ്ങിയും റോഡ് താന്നു നിൽക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ട് ഈ റോഡ് തകരാൻ കാരണം. അപ്പോൾ അപകടങ്ങളൊക്കെ നടക്കാറുണ്ടോ? അപകടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല, നമ്മൾ കാണണേണ്. ഇതുവരെ ഒരു അപകടം സംഭവിച്ചില്ല. വണ്ടികൾ ബ്ലോക്ക്, ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ പാകില്ല, വെള്ളം കയറ്റും. വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുമ്പോഴത്തേക്ക് വെള്ളം വീട്ടിനകത്ത് കയറും. ഹാഷ്മി, ഈ റോഡിന്റെ ദുരവസ്ഥയാണ് ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. കാരണം ഈ നിർമ്മാണം പൂർത്തിയായി 6 മാസം പോലും ആയില്ല. അപ്പോഴേക്കും റോഡ് ഈ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എത്രയും വേഗം നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഇത് ഉടായ്പ പണികളാണ്, ഫണ്ട് വെട്ടിക്കുന്നുള്ള പണികൾ, അല്ലെങ്കിൽ ഏതാനും 6 മാസത്തിനുള്ളിൽ വീണ്ടും പഴയതിനേക്കാൾ മഹാമോശമായ മാരക വാരിക്കുഴികൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. അത് ഫണ്ട് വെട്ടിക്കാനുള്ള തട്ടിപ്പാണ് നാട്ടുകാർ സംശയിക്കുന്നു. അങ്ങനെ നാട്ടുകാർ സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനോ പഴി പറയാനോ സാധിക്കുകയുമില്ല. അത് കഴക്കൂട്ടത്തെ മാത്രം കാഴ്ചയല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കാഴ്ചയല്ല. കേരളത്തിൽ ഉടനീളമുള്ള റോഡുകളിൽ തോടേത് റോഡേത് എന്ന് കാണാൻ കഴിയാത്ത, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ജീവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ദൈവാധീനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയുസ്സിന് ദൈർഘ്യമുണ്ടെങ്കിൽ മാത്രം തിരികെ എത്താം എന്ന മാരകമായ അവസ്ഥ സംസ്ഥാനത്തുണ്ട് എന്ന് തെളിച്ചു തന്നെ പറയണം. അതിന് കാരണക്കാരാണ് ആരാണെങ്കിലും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നത്. കഴക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കാലത്ത് IT സിറ്റിയാണത്. അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെയുണ്ട്, ഒരുപാട് റോഡുകൾ പോകുന്ന സ്ഥലമാണ്, വലിയ വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു ജീവൻ പൊലിയാൻ ഒരുപക്ഷെ ആ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടന്നാൽ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇനി ഒരു ജീവൻ പൊലിയേണ്ടി വരുമായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ റോഡ് നന്നാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.